Krishna Krishna Hare 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 Ram Ram Hare Hare Damodara Jaya Damodara Damodara Jaya Damodara Prabhupada Jaya Prabhupada Prabhupada Jaya Prabhupada Ramadri Bhagwan ki Jai Jai. Hare Krishna. Thank you. നമ്മൾ വീണ്ടും ഒരു കാർത്തിക മാസത്തിലേക്ക് വന്നു. വളരെ ശ്രേഷ്ഠമായ മാസമാണ് കാർത്തിക മാസം. സ്കന്ദപുരാണത്തിലും പത്മപുരാണത്തിലുമെല്ലാം മാത്രമല്ല ശ്രീമദ് മഹാഭാഗവത്തിലും ദേവീ ഭാഗവതത്തിലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് ഈ കാർത്തിക മാസത്തിന്റെ ശ്രേഷ്ഠതയെ പറ്റി പറയുന്നു. ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം 65-ാമത്തെ ശ്ലോകമാണെന്ന്. പ്രസാദേ സർവ്വദുഃഖാനം, ഭഗവാന്റെ പ്രസാദം കൊണ്ട് മാത്രം നമുക്ക് എല്ലാ ദുഃഖങ്ങളെയും തരണം ചെയ്യാൻ പറ്റും. അത് സ്പഷ്ടമാണ്. അപ്പം അത് സത്യമായിരിക്കെ കാർത്തിക മാസത്തിൽ നമ്മൾ ഭക്തിപൂർവം ചെയ്യുന്ന എന്ത് കർമ്മങ്ങളും 1000 ഇരട്ടി ഫലം ചെയ്യും. സ്കന്ദപുരാണത്തിൽ പറയുന്നു, ന കാർത്തിക സമോ മാസം, മാസങ്ങളിൽ കാർത്തിക മാസത്തിന് സമമായി മറ്റൊരു മാസങ്ങളുമില്ല. ന കൃതേന സമം യുഗം, യുഗങ്ങളിൽ കൃതയുഗത്തിനു സമമായി മറ്റൊന്നുമില്ല. ന വേദസദൃശം ശാസ്ത്രം, ശാസ്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മുൻപന്തിയിൽ നിൽക്കുന്നത് വേദങ്ങളാണ്. ആ വേദങ്ങളുടെ സത്താണ് ഉപനിഷത്തുക്കളും, ഉപനിഷത്തുക്കളുടെ സത്താണ് ഭഗവത്ഗീതയും. അതിന് ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല. ന തീർത്ഥം ഗംഗയാ സമം, തീർത്ഥങ്ങളിൽ ഗംഗാജലം, ഗംഗാ നദിയാണ് ശ്രേഷ്ഠയായത്. അതുകൊണ്ട് ഈ കാർത്തിക മാസം നമ്മൾ വളരെ ശ്രേഷ്ഠമായി തന്നെ ആചരിക്കുന്നു. ഒരു വർഷത്തില് ആഘോഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ചോദിച്ചു കഴിഞ്ഞാൽ ഏത് ആഘോഷമാണ് വലുത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കാർത്തിക മാസമാണ്. ഏത് പൂജയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാം അത് ദാമോദര പൂജയാണ്. കാര്യം ഈ കാർത്തിക മാസത്തിലാണ് ഒട്ടേറെ സവിശേഷതകള്, വിശേഷങ്ങള് ചെയ്തത്. കാർത്തിക മാസത്തിന്റെ വിശേഷങ്ങളുമായി ആദ്യമായിട്ട് സ്മിത മാതാജി വരും. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തില് ഭഗവാൻ നമുക്ക് ഈ കാർത്തിക ദാമോദര ലീല കൊണ്ട് കാണിക്കുന്നത് ഒരു ഭക്തൻ എത്ര ഭഗവാനെ നേടാൻ വേണ്ടിയിട്ട് എത്ര പരിശ്രമിക്കണം എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഏറ്റവും ചെറിയ സേവനമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ അത് നമ്മൾ സ്നേഹത്തോടു കൂടെയാണ് ഭഗവാന് വേണ്ടി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭഗവാൻ അത് സ്വീകരിക്കും. ഇനി ആ മരങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നത് ഭഗവാൻ ഭക്തന്മാരെ എല്ലാ തെറ്റുകളിൽ നിന്നും ഫൊർഗീവ്നെസ് നൽകുന്നു എന്നുള്ളതാണ്, മാപ്പ് നൽകുന്നു എന്നുള്ളതാണ് ഈ മാസത്തിൽ. അപ്പൊ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വല്ല തെറ്റുകളും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മാസത്തിൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് മാപ്പ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഈ പത്മപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ കാർത്തിക മാസത്തിന്റെ വ്രതം നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യമദൂതന്മാര് നമ്മളുടെ അടുത്തേക്ക് വരില്ല എന്നാണ്. അതിന്റെ അർത്ഥം എന്താണ്? യമദൂതന്മാര് വന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ അടുത്തേക്ക് വിഷ്ണുദൂതന്മാരാണ് വരിക എന്നുള്ളതാണ്. ഇനി ഈ കാർത്തിക മാസം നമ്മൾ വ്രതം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത 100 ജന്മങ്ങളിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ കാർത്തിക വ്രതം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള 1000 യജ്ഞങ്ങൾ ചെയ്തതിന് തുല്യമാണ് നമ്മൾ ഭഗവാന് ഒരു നെയ്വിളക്ക് കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ ഈ മാസം സ്പിരിച്വലി മാത്രമല്ല, ഈവൻ മെറ്റീരിയലി നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ച് ഭഗവാനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൂടെ ഭഗവാൻ തരും. ഇനി 6 ചെറിയ കാര്യങ്ങൾ ഈ കാർത്തിക് മാസത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ലളിതമായ 6 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാന്റെ കൃപ കൂടുതലായി കിട്ടാൻ സഹായിക്കും. 1,
നെയ് വിളക്ക് കാണിച്ച് ദാമോദരാഷ്ടകം ചൊല്ലുക. 2 തുളസി ദേവിക്ക്, തുളസിക്ക് വെള്ളം നനയ്ക്കുക, വിളക്ക് കാണിക്കുക. 3 ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക, ജപം ചെയ്യുക. ജപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പേഴ്സ് കൂട്ടാൻ വേണ്ടി ശ്രമിക്കുക. ശ്രീമദ് ഭാഗവതം, ഭഗവത്ഗീത വായിക്കുക. കുറഞ്ഞ പക്ഷം ചതുശ്ലോകി ഭഗവത്ഗീതയും ഭാഗവതം എങ്കിലും വായിക്കുക. പ്രസാദം മാത്രം കഴിക്കുക. അറ്റ്ലീസ്റ്റ് ഈ മാസത്തില് കുറഞ്ഞ പക്ഷം സസ്യബുക്കെങ്കിലും ആവുക. ദാനം ചെയ്യുക. ഇപ്പൊ ക്ഷേത്രങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ്. അപ്പൊ എന്തെങ്കിലും ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. അപ്പൊ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഭഗവാൻ എല്ലാ ഫുൾ ഒപ്പുലൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഭഗവാന് ടെമ്പിള് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ആക്ച്വലി നമ്മളത് റോങ് ആയിട്ട് മനസ്സിലാക്കുകയാണ്. ഭഗവാൻ നമുക്ക് ചാൻസ് തരികയാണ്. നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ദക്ഷിണ ഭഗവാന് കിട്ടിയിട്ട് ആവശ്യമില്ല. പക്ഷെ ഭഗവാൻ നമുക്കൊരു ചാൻസ് തരികയാണ്. നമ്മളുടെ കയ്യിലുള്ള ധനം, ലക്ഷ്മി പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചാൻസ് തരികയാണ്. നമ്മൾ ആ ചാൻസ് കളയാതിരിക്കുക. സാധാരണ മാസത്തേക്കാൾ 100 മടങ്ങ് കൃപ 100 ജന്മങ്ങൾക്ക് നമുക്ക് ലഭിക്കും. അതേപോലെ നമ്മുടെ പൂർവികന്മാർക്ക് മോചനം കിട്ടും. 7 തലമുറകൾ മുന്നോട്ടും 7 തലമുറകൾ പിന്നോട്ടും ഈ കാർത്തിക മാസ വ്രതം കൊണ്ട് നമുക്ക് അവർക്കെല്ലാം എന്താ പറയുക, എല്ലാ ഓസ്പീഷ്യസ്നെസ്സും കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ശ്രേഷ്ഠമായ മാസം കാർത്തിക മാസം. രാധാറാണിയുടെ പേരിലുള്ള മാസം കാർത്തിക മാസം. യശോദാമയ്ക്ക് സ്നേഹം കനിഞ്ഞു നൽകിയ മാസം കാർത്തിക മാസം. യശോദാമയ്ക്ക് ഭഗവാനെ, ഈ അഖിലാണ്ട ബ്രഹ്മത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരകനെ ഉള്ളം കൈ കൊണ്ട് വിരലിൽ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞ മാസം ഭഗവാൻ കനിഞ്ഞു നൽകിയ ഒരവസരം. നളകുബേരന്മാർക്ക് മോക്ഷം കൊടുത്ത മാസം, എല്ലാ പാപങ്ങളിൽ നിന്നും മോക്ഷം കൊടുത്ത മാസം, പശുക്കളെ ആദ്യമായിട്ട് മേയ്ക്കാൻ പോയ മാസം, ബ്രഹ്മവിമോഹന ലീല നടന്ന മാസം ഒക്കെ കൊണ്ട് ശ്രേഷ്ഠമായി കാർത്തിക മാസം. ആ കാർത്തിക മാസം വീണ്ടും ദാമോദര ഭഗവാന്റെ ലീലകൾ നമുക്ക് സ്മരിക്കാം. കമലു പാടാൻ റെഡിയായിരിക്കൂ. ഹരേ കൃഷ്ണ. റെഡിയാണോ? ഹരേ കൃഷ്ണ. ഓക്കെ, ശരി. നന്ദന, നന്നു പാടാൻ റെഡിയായിരിക്കുക. തനുശ്രീ പാടാൻ റെഡിയായിരിക്കുക. ശില്പമാധവി ഹരേ കൃഷ്ണ മെസ്സേജുമായിട്ട് വരിക. ഹരേ കൃഷ്ണ. Hare Krishna to all devotees. All glories to Damodar month. All glories to Damodar Ashtakam. And all glories to Srila Prabhupada. നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞ പോലെ ഈ ഒരു മന്ത് വളരെ ഓസ്പിഷ്യസ് ആയ ഒരു മന്താണ്. ഓരോ ദിവസവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ദിവസങ്ങളാണ് കൃഷ്ണന്. പലരും ചോദിക്കാറുണ്ട് ദാറ്റ് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്, ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത് മാർഗഴി മാസത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഹൗ കം ദാമോദർ മന്ത് ഇസ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കും. സോ ബേസിക്കലി മാർഗഴി മാസം റെപ്രസെന്റ്സ് മീ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ വിച്ച് മന്ത് ഭഗവാൻസ് മോസ്റ്റ് ഫേവറേറ്റ് ഇസ് കാർത്തിക മാസം, because Radha Deviയുടെ മാസമാണ്. And that is his most favorite, and his most favorite kund is also Radha Kund. So ഭഗവാന്റെ ലീലകൾ നടന്ന മാസമാണ് ഈ മാസം. ശ്രീമദ് ഭാഗവതം പലപ്പോഴും എന്താണ് പാരമഹംസി വൈഷ്ണവ സംഹിത എന്നാണ് അറിയപ്പെടുന്നത്. പാരമഹംസി എന്ന് വെച്ചാൽ എന്താണ്? ഹംസം എന്നൊരു പക്ഷിയുണ്ട്. ഹംസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ മുമ്പിൽ പാലിൽ വെള്ളം ചേർത്ത് ഒരു പാത്രത്തിൽ നമ്മൾ വെച്ചു കൊടുത്താൽ അത് വെള്ളം മാറ്റി അത് പാല് മാത്രം കുടിക്കാറുണ്ട്. സോ അതേപോലെ ആയിരിക്കണം നമ്മൾ ഡിവോട്ടീസും എന്നാണ് പറയാ. ഈ ലൗകിക ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ പാൽ ഏതാണ് എന്നും
വെള്ളം ഏതാണെന്നും തിരിച്ചറിഞ്ഞ് നമ്മൾ ജീവിക്കണം. സോ കൃഷ്ണ പ്രേമമാണ് ഇവിടെ ആ പാല്, ദ ഹയർ ടേസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ഈ ഒരു കൃഷ്ണ പ്രേമം നമ്മളെ കാണിച്ച് തരാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ ബ്രജഭൂമിയിൽ ജന്മം എടുത്തത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രാമായണത്തില് രാമൻ ധർമ്മത്തിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ധർമ്മത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ആ ജന്മം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കൃഷ്ണൻ നമുക്ക് കൃഷ്ണ പ്രേമം ആണ് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇന്നലെ ഇവിടെ അൺകണ്ടീഷണൽ ലവിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ വാത്സല്യം, ഗോപികമാരുടെ പ്രേമം, സുധാമയുടെ സൗഹൃദം, ഏതൊക്കെ വഴിയിലൂടെയാണ് നമുക്ക് കൃഷ്ണനെ പ്രേമിക്കാം, ആ രസത്തെ, ആനന്ദത്തെ നമുക്ക് രുചിക്കാം അല്ലെ. ഇതാണ് നമ്മുടെ ഒരു നാച്ചുറൽ സ്റ്റേറ്റ്, നമ്മുടെ എല്ലാവരുടെയും നാച്ചുറൽ സ്റ്റേറ്റ് ആയത് ശരിക്കും. നമ്മൾ ഇനിയും എന്തൊക്കെ തേടി പോകുന്നോ നമ്മൾ ഉദ്ദേശിക്കുന്ന തൃപ്തി നമുക്ക് ഒരിക്കലും കിട്ടാൻ പോണില്ല, ഒരിക്കലും നമുക്ക് കിട്ടില്ല. എവിടൊക്കെ നമ്മൾ പോയാലും അത് കിട്ടില്ല. നമ്മുടെ എന്താ പറയാ, നമ്മൾ എപ്പോഴും എന്താണ് പണത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്വത്തിന് വേണ്ടിയിട്ടും ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടും പിന്നെ കുറെ ഡിഗ്രീസ്, കുറെ നോളജ്, ഇതൊന്നും നമുക്ക് ആ ഒരു ലെവൽ ഓഫ് തൃപ്തി നമുക്ക് തരില്ല. ബിക്കോസ് എല്ലാം അതിന്റെ ആ ഒരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ അഗെയിൻ യു ആർ അൺഹാപ്പി, അഗെയിൻ യു നീഡ് സംതിങ് മോർ. സോ അത് നമ്മൾ ഒരിക്കലും നമുക്ക് ലഭിക്കാൻ പോണില്ല. ആ ഒരു അൾട്ടിമേറ്റ് happiness we are not going to get. ആനന്ദം നമുക്ക് ആനന്ദം ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റ് സുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ഭഗവത് സേവയില് മനസ്സുറപ്പിച്ച് നമ്മൾ ആചരിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധ്യമാണ്. ഓക്കെ, സോ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ഇവിടെ, ദാറ്റ് അപ്പൊ നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് ജോലി ചെയ്യണ്ടേ, ബാക്കി കാര്യങ്ങളുണ്ട്, കുടുംബം നോക്കണം, കുട്ടികളുടെ പഠിത്തമുണ്ട്, കുട്ടികളുടെ കല്യാണങ്ങളുണ്ട്. സോ ഇതൊക്കെ നോക്കണ്ടേ, ഇതൊക്കെ വേണം. ഇതൊന്നും വേണ്ട എന്നല്ല പറയണത്, ഇതെല്ലാം വേണം. ആൻഡ് എന്താ പറയാ, പക്ഷെ നമ്മള് ഈ ഹംസത്തെ പോലെ തന്നെ നമ്മള് ഇത് പാലിനെയും വെള്ളത്തിനെയും നമ്മള് വേർതിരിച്ച് നമ്മൾ ജീവിക്കാൻ നോക്കണം. ദാറ്റ് ഈസ്, നാം എന്ത് കാര്യം ചെയ്താലും ഇത് ഭഗവാന് വേണ്ടിയാണ് എന്ന മനോഭാവത്തിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. നമ്മൾ രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഭഗവാനെ ധ്യാനിച്ച് കാർ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമ്മള് എന്താ പറയാ, നരസിംഹ ഭഗവാനെ നമ്മൾ ആക്സിഡൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ധ്യാനിക്കും. അതേപോലെ ലാപ്ടോപ്പ് തുറക്കുമ്പോഴത്തേക്ക് നമ്മൾ കൃഷ്ണ എന്ന് മനസ്സിൽ പറഞ്ഞു ആണ് നമ്മൾ തുടങ്ങുന്ന ദിവസം. സോ ഇതൊക്കെയാണ് ഒരു ഡിവോട്ടിയുടെ ലൈഫ്, ഇങ്ങനെയാണ് പോകേണ്ടത് ലൈഫ്. ഇതേപോലെ ഭഗവാനെ നമ്മുടെ ജീവിതത്തിലെ ഒരു സെന്റർ പോയിന്റ് ആക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എപ്പോഴും. സോ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദാമോദർ മന്ത് ഒക്കെ നമ്മൾ ആചരിക്കുന്നത്. പിന്നെ നമ്മൾ ഭാഗവതത്തില് 11-ാം കാണ്ഡത്തില് 14-ാം ചാപ്റ്ററില് ഭഗവാൻ ഉദ്ധവനോട് ഒരു ഉപദേശം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ ഉപദേശം വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തുകൊണ്ടാണ് ഈ ഒരു ഉപദേശം ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ, ഭഗവാൻ മെറ്റീരിയൽ ബോഡി വിടുന്നതിന്റെ ജസ്റ്റ് മുന്നേ ആണ് ഉദ്ധവനോട് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ഈവൻ ബൈ ലോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മരിക്കാൻ കിടക്കുന്ന ഒരാളുടെ ലാസ്റ്റ് മൊഴി നമ്മൾ എടുക്കും. അതാണ് ട്രൂത്ത്, അതാണ് അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ അത് ഒരു ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഈ ഒരു ലാസ്റ്റ് പറഞ്ഞ അഡ്വൈസ് ടു ഉദ്ധവ is very important. അപ്പൊ അതില് ഒരു ശ്ലോകം പറയുന്നുണ്ട്, ന സാധ്യത്തെ മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായ തപസ്യാഗോ യഥാ ഭക്തി മാമോർജിത. ന സാധ്യത്തെ മാം യോഗോ ന സാഖ്യം ധർമ്മ ഉദ്ധവ ന സ്വാധ്യായ തപസ്യാഗോ യഥാ ഭക്തിർ മമോർജിത എന്നാണ് ഭഗവാൻ പറയുന്നത്. എന്താണ് ഇതിൽ പറയുന്നത്? ഇതില് ഭക്തിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഭഗവാൻ പറയുന്നത്. സോ ഇതില് പറയുന്നത് എന്താ വെച്ചാൽ, മൈ ഡിയർ ഉദ്ധവ, unalloyed devotional service, that is unconditional devotional service rendered to me by my devotees brings me under their control എന്നാണ് ഭഗവാൻ പറയുന്നത്. I cannot be thus controlled by those engaged in mystic yoga,
Sankhya philosophy, pious work, Vedic studies, austerity or renunciation. That is, നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങൾ യോഗ ചെയ്തോളൂ, നിങ്ങൾ സാഖ്യ ഫിലോസഫി നിങ്ങൾ പോയി പഠിച്ചോളൂ, നിങ്ങൾ ചാരിറ്റി വർക്കും നല്ല കാര്യങ്ങളും ഒക്കെ പോയി ചെയ്തോളൂ, നിങ്ങൾ വേദങ്ങൾ പോയി പഠിച്ചോളൂ, ഓസ്റ്റെറിറ്റി നിങ്ങൾ ഓൾ നല്ല കാര്യങ്ങൾ ചെയ്യുക, റിനൗൺസിയേഷൻ നിങ്ങൾ ഇതെല്ലാം വിട്ട് സന്യാസത്തിന് വേണ്ടി പോയിക്കോളൂ. ബട്ട് this is all not going to be mattering to me. All what matters to me is your bhakti towards me. അത് ഭഗവാൻ എടുത്ത് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് എല്ലാ സ്ഥലത്തും. As Bhagwan says, as I have said before also, patram pushpam phalam toyam yo me bhaktya prayachati tadaham bhakti upahritam ashnami prayatatmanah. ഭഗവാൻ പറയുന്നത്, നിങ്ങൾ എന്ത് എനിക്ക് തന്നാലും, പത്രമാണോ അല്ലെങ്കിൽ ലീഫ് ആണോ ഫ്രൂട്ട് ആണോ വാട്ടർ ആണോ എന്ത് തന്നാലും അത് ഭക്തിയോടെയാണ് തരേണ്ടത്, അത് ഞാൻ സ്വീകരിക്കും. ഭക്തിയോടെ തന്നാൽ മാത്രമേ ഞാൻ സ്വീകരിക്കുള്ളൂ. അതേപോലെയാണ് ശങ്കരാചാര്യ എല്ലാവർക്കും അറിയാം, ശിവഭക്തനായിരുന്നു ശങ്കരാചാര്യ. ബട്ട് ശങ്കരാചാര്യയുടെ ലൈഫിന്റെ അവസാനം എന്താണ് പാടിയിരിക്കുന്നത്? ഭജഗോവിന്ദം ഭജഗോവിന്ദമാണ് പാടിയിരിക്കുന്നത്. സോ അതില് ഫസ്റ്റ് സ്റ്റാൻസയിൽ തന്നെ പറയുന്നുണ്ട്, സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ധൃകിം കരണേ നഹി നഹി രക്ഷതി ധൃകിം കരണേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. അവിടെ ശങ്കരാചാര്യ പറയുന്നത്, നിങ്ങൾ എന്ത് പഠിച്ചാലും, നിങ്ങൾ എന്ത് ഗ്രാമാറ്റിക്കൽ കറക്ഷൻ ചെയ്താലും, സംപ്രാപ്തേ സന്നിഹിതേ കാലേ, ആ ലാസ്റ്റ് കാലം നിങ്ങളെ മരിക്കാൻ പോണ സമയത്ത് ഇതൊന്നും നിങ്ങളെ രക്ഷിക്കാൻ പോകുന്നില്ല. നഹി നഹി രക്ഷതി എന്നാണ് ശങ്കരാചാര്യ പറയുന്നത്. ആൻഡ് ദെൻ ഹി കോൾസ് us മൂഢമതേ, യു ഫൂൾസ്, ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം, പ്ലീസ് പ്രേ ടു കൃഷ്ണ. സോ ഇതാണ് ഈ ഒരു ദാമോദർ മന്തിന്റെ ഇമ്പോർട്ടൻസ് അബൌട്ട് രാസലീല, അബൌട്ട് ഗോപാഷ്ടമി, അബൌട്ട് രാധാഷ്ടമി. ഇതെല്ലാമാണ് നമ്മളെ ഭക്തിയിലോട്ട് കൊണ്ടുവരുന്നത്. ഇതാണ് നമ്മുടെ മാർഗം, നമ്മുടെ ജീവിതത്തിന്റെ മാർഗമായി ആവേണ്ടത്. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ പ്രഭുപാദർ എപ്പോഴും പറയും, put Krishna in our center of the life and live dynamically. So second, മാതാജി പറഞ്ഞു, അചഞ്ചലമായ പ്രേമം കൊണ്ട് ഭഗവാനെ കീഴ്പ്പെടുത്താൻ പറ്റും. അത് മാത്രമേ ഭഗവാന് ആഗ്രഹമുള്ളൂ, ആവശ്യമുള്ളൂ, നമ്മുടെ അചഞ്ചലമായ പ്രേമം. ഇത് നാരദ മഹർഷി എടുത്ത് പറയുന്നുണ്ട് ബഹുലാശ മഹാരാജാവിന്റെ അടുത്ത്, വ്യാധസ്യാചരണം ധ്രുവസ്യ ച ഭയോ വിദ്യാ ഗജേന്ദ്രക കുബ്ജായ കിം നാമരൂപമധികം കിം തസ്സുധാംനാധനം വംശഗോ വിദൂരസ്യ യാദവ പദേ ഉഗ്രസ്യ കിം പൗരുഷം രാധസ്യാചരണം ധ്രുവസ്യ ച വയോ വിദ്യാ ഗജേന്ദ്രസ്യ കാ കുബ്ജയാ കിം നാമരൂപമധികം കിം തസ്സുധാംനാധനം വംശഗോ വിദൂരസ്യ യാദവ പദേ ഉഗ്രസ്യ കിം പൗരുഷം ഭക്ത്യാ തുഷ്യതി കേവലം നച ഗുണൈ ഭക്തി പ്രിയോ മാധവ. പറയുന്നത്, ധർമ്മവ്യാധന് എന്ത് ആചാര അനുഷ്ഠാനങ്ങളാണ് ഉണ്ടായിരുന്നത്? മാംസ വിക്രയമായിരുന്നു കുലത്തൊഴിൽ. ധ്രുവന് 5 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. നക്രഗ്രഹണത്തിൽ നിന്നും മുക്തി നേടാൻ ഭഗവാനെ പ്രാർത്ഥിച്ച ഗജേന്ദ്രന് എന്ത് വിദ്യയാണ് ഉണ്ടായിരുന്നത്? കംസപുരിയിലെ കുബ്ജയ്ക്ക് എന്ത് സൗന്ദര്യമാണ് ഉണ്ടായിരുന്നത്? 3 വളവുള്ള അവളുടെ പേര് തന്നെ കൂനി എന്നായിരുന്നു. ധൃതരാഷ്ട്രാനുജനായിരുന്ന വിതുരന് കുലമഹിമ വല്ലതും ഉണ്ടായിരുന്നു? വെറും ദാസീപുത്രൻ മാത്രമായിരുന്നു അദ്ദേഹം. കംസവധത്തിന് ശേഷം അധിരാധിപനായി അഭിഷേകം ചെയ്യപ്പെട്ട ഉഗ്രസേനന് വലിയ പൗരുഷമൊന്നും ഉണ്ടായിരുന്നില്ല. ഭക്തനായ സുധാമന്, കുചേരന് വല്ല ധനവും ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റ് ഒരു കണ്ടീഷൻസും ഇല്ല ഭഗവാന്റെ അടുത്ത് എത്താൻ. അദ്ദേഹം എല്ലാവിധ ഭക്തികളിലും ശ്രേഷ്ഠമാണ് പ്രേമഭക്തി, അൺഅലോയ്ഡ് ഡിവോഷണൽ ലവ്. എല്ലാവിധ ഭക്തികളിലും ശ്രേഷ്ഠമാണ് പ്രേമഭക്തി. അമ്മ കുഞ്ഞിനെ എന്ന പോലെ, ശിശുമാതാവിനെ എന്ന പോലെ, പതിപത്നിയെ എന്ന പോലെ വാത്സല്യം, സ്നേഹം, പ്രേമം എന്നിവയോട് കൂടിയുള്ള ഭക്തിയാണ് ഭഗവത് പ്രീതിക്ക് ഒരേ ഒരു വഴി. ഹരേ കൃഷ്ണ. തനുശ്രീ റെഡിയല്ലേ പാടാൻ?
പഠിക്കും പഠിക്കും. സുന്ദരനന്ദ മുകുന്ദ ഹരിനാരായണ ഹരിയോം. ഹരി സുന്ദരനന്ദ മുകുന്ദ ഹരിനാരായണ ഹരിയോം. ഹരി കേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരിയോം. ഹരി കേശവ ഹരി ഗോവിന്ദ ഹരിനാരായണ ഹരിയോം. വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി. വനമാലി മുരളീധാരി ഗോവർദ്ധന ഗിരിവരധാരി. നിത്യ നിത്യ കർമ്മ മാക്കന ചോരി ഗോപി വനഹാരി. आओ रे गाओ रे गोकुल के प्यारे. ഓരേ നാച്ചോരേ രാസഞ്ചാരേ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഗോവർദ്ധന വനമാലി ഗോവർദ്ധന ഗിരിധാരി. ഗോവർദ്ധനം വലിയൊരു മൗണ്ടൻ ആയിരുന്നു ഗോവർദ്ധനം. ആ ഗോവർദ്ധനത്തെ ഭയങ്കര മഴ പെയ്തപ്പം സമ്പർത്തക എന്ന മേഘം, മോഡേൺ സയൻസ് ഒന്നും അല്ല മേഘങ്ങൾക്ക് പേര് കണ്ടുപിടിച്ചത്. കാറ്റിന് പേരുണ്ട്. മോഡേൺ സയൻസും പറയുന്നു കാറ്റിന് പേരുണ്ടെന്നുള്ളത്. അവരും പേരിടുന്നുണ്ട്. ടൊർണാഡോ എന്നൊക്കെ പറഞ്ഞ് പേരിടുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളിലുണ്ട്. ഇവർക്കെല്ലാം ഒരു പേഴ്സണൽ ഫോം ഉണ്ട്. ജലത്തിന്, നദിക്ക് പേഴ്സണൽ ഫോം ഉണ്ട്. മൗണ്ടൻസിന് പേഴ്സണൽ ഫോം ഉണ്ട്. വായുവിന് പേഴ്സണൽ ഫോം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പേരിടുന്നത്. ഇവിടെ സമ്പർത്തക മേഘം, ഇന്ദ്രൻ സമ്പർത്തക മേഘം അയച്ചിട്ട് ഭയങ്കര മഴ പെയ്യും. ആ മഴയില് വൃന്ദാവനം മൊത്തം, വ്രജഭൂമി മൊത്തം വെള്ളത്തിലാവും. അപ്പൊ എല്ലാവരും ചെന്നിട്ട് 5 വയസ്സുള്ള കൃഷ്ണന്റെ അടുത്ത് എന്ന് പറയും, കൃഷ്ണ നീ ഇതൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ ഇന്ദ്രന് വേണ്ടിയിട്ടുള്ള പൂജ നിർത്തിയത്. ഇപ്പോൾ ദാ ഞങ്ങൾ കുഴപ്പത്തിലായി, ഞങ്ങളെല്ലാം ഒലിച്ചു പോകുന്നു, ഞങ്ങളുടെ ജീവനെല്ലാം ഇതാ നഷ്ടപ്പെടാൻ പോകുന്നു. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നോ പ്രോബ്ലം, ഡോണ്ട് വറി, ഫോളോ മീ. കൃഷ്ണൻ അങ്ങനെ പോകും. എവിടെ പോകും? ഗോവർദ്ധന പർവ്വതത്തിന്റെ അടുത്തോട്ട് പോകും. എന്നിട്ട് ഇടത്തെ കൈയിലെ കുഞ്ഞി വിരല് കൊണ്ട് ഈ പർവ്വതത്തെ പൊക്കി നിർത്തും 7 ദിവസം. ആ ഗോവർദ്ധന പർവ്വതത്തിന്റെ കീഴിൽ വ്രജവാസികളെല്ലാം ഒരാഴ്ച എൻജോയ് ചെയ്തു. അവര് പറഞ്ഞു, കൃഷ്ണ ഈ മഴ നിൽക്കാതിരുന്നെങ്കിൽ, ഇതേപോലെ കുന്തിദേവി പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ദുഃഖം തീരാതിരുന്നെങ്കിൽ. എല്ലാം എങ്കിൽ എന്നാണ് അവിടെ ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്, ഫ്യൂച്ചർ ടെൻസ്. എങ്കിൽ. ഇപ്പം ഭഗവാൻ നമ്മളോടുള്ള പ്രേമം അത് ഒരിക്കലും നിൽക്കരുതേ. ആ പ്രേമത്തിന് വേണ്ടിയിട്ട് ഈ കാർത്തിക മാസത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കമലു റെഡിയല്ലേ? ഹരേ കൃഷ്ണ. പ്രഭു സോറി പ്രഭു, ഒരു 5 minutes കൂടി വേണം. ഓക്കെ, നോ പ്രോബ്ലം, നോ ഇഷ്യൂ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് നന്നു റെഡിയല്ലേ? ഹരേ കൃഷ്ണ. അച്യുതം കേശവം പഠിക്കാം. ഓ യെസ്. അച്യുതം കേശവം കൃഷ്ണ ദാമോദരം രാമനാരായണം ജാനകി വല്ലഭം कौन कहते हैं भगवान आते नहीं, तुम मीरा के जैसे बुलाते नहीं. अच्युतम केशवम कृष्ण दामोदरम रामनारायणं जानकी वल्लभम कौन कहते हैं भगवान आते नहीं, बैर शबरी के जैसे खिलाते नहीं. अच्युतम केशवम कृष्ण दामोदरम रामनारायणं जानकी वल्लभम कौन कहते हैं भगवान सोते नहीं,
यशोदा के जैसे सुलाते नहीं, अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभं कौन कहते हैं भगवान नाचते नहीं, गोपियों की तरह तुम नाचते नहीं, अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभं नाम जपते चलो करते चलो, हर समय कृष्ण का ध्यान करते चलो, अच्युतं केशवं कृष्ण दामोदरं नाम नारायणं जानकी वल्लभं याद आएगी उनको कभी ना कभी, कृष्ण दर्शन को देखने कभी ना कभी, अच्युतं केशवं कृष्ण दामोदरं रामनारायणं जानकी वल्लभम्. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ശ്യാംജി, എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. ഈ കാർത്തിക മാസത്തിൽ മണിലാൽജി, കാർത്തിക മാസം ആയിട്ടല്ല, നമ്മള് എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എല്ലാവരും ഒരേ കാര്യത്തിൽ സങ്കല്പം ചെയ്യുമ്പോൾ അതൊരു വലിയൊരു എനർജി ആയിട്ട് രൂപാന്തരപ്പെടുന്നു എന്നുള്ളതാണ് നമ്മളുടെ അനുഭവം. എല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ വരുന്ന ആ ഒരു ഇത് നമ്മളുടെ വീടുകളിലും എത്തിയത് നിങ്ങളുടെ എല്ലാവരുടെയും സങ്കല്പമുള്ളത് ഒരു എൻകറേജിങ് ആണ്. അതാണ് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. ശ്യാംജി പറഞ്ഞത് സത്യമാണ്. ശബ്ദത്തിന് വളരെ ഒരു മാഗ്നറ്റിക് പവർ ഉണ്ട്. നമ്മള് ഇപ്പം ധനുശ്രീ എന്ത് ചെയ്യും? ആ ഫസ്റ്റ് റെസ്പോണ്ട് എന്തായിരിക്കും? ധനുശ്രീ എന്ത് ചെയ്യും? തനുശ്രീ, ഞാൻ വിളിക്കാണ് തനുശ്രീ, അല്ലെങ്കിൽ അച്ഛൻ വിളിക്കുന്നു തനുശ്രീ, എന്തായിരിക്കും റെസ്പോണ്ട്? തനുശ്രീ എന്ത് വിളിക്കും? എന്ത് പറയും? അച്ഛൻ പറഞ്ഞല്ലോ, അതെ, എന്തോ അതേ ടോണിലായിരിക്കും റെസിപ്രോക്കേറ്റ് ചെയ്യുന്നത്. എന്തോ എന്ന് വിളിക്കും. ഓക്കെ, ദ സെയിം പേഴ്സൺ അച്ഛൻ വിളിക്കാണ് തനുശ്രീ, എന്ത് പറയും? എന്ത് പറയും? എന്ത് പറയും? എന്തായിരിക്കും റെസ്പോണ്ട്? എന്താ അച്ഛാ അല്ലേ ധനുശ്രീ? എന്താ അച്ഛാന്നോ? അപ്പൊ ആ ഒരു ടോണിന് ഒരു വ്യത്യാസം വരും, റെസ്പോണ്ടിന് വ്യത്യാസം വരും. തനുശ്രീ എന്തോ വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ വിളിച്ച കൊഞ്ചലോടെ വിളിച്ച വിളിക്ക് കേൾക്കുന്നതും ധനുശ്രീ എന്ന് വളരെ ഒരു എന്താ പറയുന്നത് തീവ്രതയോടെ ഒരു അധികാരത്തോടെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ വിളിക്കുന്ന ഒരു ഭാവത്തിന്റെ റിപ്ലൈക്കും വ്യത്യാസം. അതുപോലെ നമ്മുടെ ആ ശബ്ദം കൊണ്ട് തന്നെയാണ് മറ്റു ജീവികൾ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നത്. എന്തിനധികം പറയുന്നു, സസ്യജാലങ്ങൾ പോലും നമ്മുടെ ശബ്ദങ്ങൾ കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പുഷ്പം മൊട്ട് വികസിക്കാറുണ്ട്, പുഷ്പിക്കാറുണ്ട്, ശബ്ദം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ടാണ് മന്ത്രജപം ഇത്രയേറെ പ്രാധാന്യതയുള്ളത്. മനസ്സിനെ ത്രാണനം ചെയ്യുന്നതാണ്, മനസ്സിനെ ശുദ്ധീകരിക്കുന്നതാണ് മന്ത്രജപം, ആ ശബ്ദം. അതുകൊണ്ടാണ് കലിയുഗത്തില് മഹാമന്ത്രം ജപിക്കണം എന്ന് പറയുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ആ വൈബ്രേഷണൽ സൗണ്ടിന് ഭയങ്കര അട്രാക്റ്റീവ് ആണ്. നമ്മള്
പറയുന്നതിലും ചിന്തിക്കുന്നതിലും ഉപരിയാണ് ആ വൈബ്രേഷണൽ പവർ. അതുകൊണ്ടാണ് കലിയുഗത്തിൽ തീർച്ചയായും കലിയുഗത്തിന്റെ പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ആണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ. കീർത്തന പാടാൻ റെഡിയല്ലേ? ഹരേ കൃഷ്ണ. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare, Hare Krishna, Hare Krishna,
Krishna Krishna Hare Hare, Hare Rama 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 Hare Hare, Hare Krishna 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 Hare Hare, Hare Rama 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 Hare Hare. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇതിന്റെ ഋതം എന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു മെഡിറ്റേഷണൽ സോങ് ആണ് ഈ ഒരു താളം എന്ന് പറഞ്ഞ്. നമ്മൾ അങ്ങനെ അങ്ങ് പോവും. നമ്മൾ മറ്റെല്ലാം മറക്കുന്ന ഒരു ശ്രുതി, ഒരു താളമാണ്, ഒരു രാഗമാണ് ഇപ്പം പാടിയ ആ ഒരു ടോൺ. ഹരേ കൃഷ്ണ. താങ്ക് യു. ആമി അവിടെ ഇല്ലേ? വിപിൻ പ്രഭു, വിസ്മയ അവിടെ ഇല്ലേ? ഹരേ കൃഷ്ണ. നെക്സ്റ്റ് സിമി, എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. മെസ്സേജസ്. സ്നേഹ, എന്തെങ്കിലും മെസ്സേജ് റെഡിയാക്കി വെക്കുക. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മെസ്സേജസ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ബട്ട് യെസ്, എവറി ഇയർ ഈ ഒരു മാസം നമ്മള് എല്ലാരും കൂടി ഒത്തൊരുമിച്ച് കൃഷ്ണ ഭഗവാനെ ഓർമ്മിപ്പിച്ച് കൃഷ്ണ ഭഗവാന്റെ ഭജനങ്ങൾ ചെയ്യണു. അതിനൊരു ബ്ലിസ്ഫുൾ ഫീലിംഗ് ആണ്. ആൻഡ് ഐ എം ഗ്ലാഡ് എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ എല്ലാ ദിവസവും ട്രൈ ചെയ്യണമെങ്കിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി. സോ ഇറ്റ്സ് എ ബ്ലെസ്ഡ് ഫീലിംഗ്. അത്രേ ഉള്ളൂ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇത് തന്നെയാണ് എല്ലാവർക്കും പറയാനുള്ളത്. എവിടെയൊക്കെ പ്രയാസങ്ങൾ ഒരുപാടുണ്ടായിരിക്കാം, ഒരുപാട് പേര് പ്രയാസങ്ങൾ നേരിട്ടിരിക്കാം. പക്ഷെ ആ പ്രയാസങ്ങളെല്ലാം വളരെ അധികം അതിന്റെ ആ ഡെപ്തിലോട്ട് പോകാതെ ലഘുവായിട്ട് പോവുകയോ അല്ലെങ്കിൽ നമുക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റുകയോ അല്ലെങ്കിൽ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ കാർത്തിക മാസ പൂജ കൊണ്ടും ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം കൊണ്ടും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അത് സത്യമായ ഒരു വസ്തുതയാണ്. ഹരേ കൃഷ്ണ. കമലു റെഡി അല്ലേ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. അലൈപ്പായുതേ കണ്ണായൻ മനമിക അലൈപ്പായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപ്പായുതേ കണ്ണായൻ മനമിക അലൈപ്പായുതേ ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപ്പായുതേ കണ്ണാ நிலை பெறாத சிலை போலவே என்று நிலை பெறாத சிலை போலவே என்று நேரமாவதறியாமலே மிக வினோதமான முரளிதர என் மனம் அலைப்பாயுதே கண்ணா என் மனமிக அலைப்பாயுதே ഉന്നാനന്ദ മോഹന വേണുഗാനമതിൽ അലൈപ്പായുതേ കണ്ണാ തെളിந்த நிலவு பட்ட பகல் போலெரியுதே உந்திக்கை நோக்கி என்னிடு புருவம் எரியுதே கனிந்த உன் வேணுகானம் காற்று வருகுதே கண்கள் சுருக்கி ஒரு விதமாய் வருகுதே கடித்த மனத்தில் உறுத்தி படத்தை எனக்கு அளித்த மகிழ்ந்தவா கடித்த மனத்தில் உறுத்தி படத்தை எனக்கு அளித்த மகிழ்ந்தவா ஒரு தனித்த வனத்தில் அனைத்து எனக்கு உணர்ச்சி கொடுத்து மகிழ்ந்தவா கலை கடல் அலையினில் கதிரவன் ஒளியின இனிழு கடல் என்னை கடித்தவா கலை கடல் அலையினில் கதிரவன் ஒளியின இனிழு கடல் என்னை கடித்தவா കതറി മനമുഴുക ഞാൻ അഴയ്ക്കവോ ഇതരമാതരുത് നീ കളിക്കവോ കതറി മനമുഴുക ഞാൻ അഴയ്ക്കവോ ഇതരമാതരുത് നീ
കലിക്കവോ ഇത് തകുമോ ഇത് മുറിയോ ഇത് ധർമ്മം താനോ ഇത് തകുമോ ഇത് മുറിയോ ഇത് ധർമ്മം താനോ കുഴലോദിതം പുഴകളാദിതം പുഴകൾ പോലവേ മനത്ത് വേദന മികോട് അലൈപ്പായുത്തേ കണ്ണായൻ മനമിക അലൈപ്പായുത്തേ ഉന്നാനന്ദ മോഹന വേണുഗാനം അതിൽ അലൈപ്പായുത്തേ കണ്ണാ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. എപ്പോഴും പാടുമ്പോൾ പ്രത്യേകം ഓർമ്മിക്കുക, വീഡിയോയിൽ വരിക. ഹരേ കൃഷ്ണ. ഓക്കെ, ഞാൻ പാട്ടിന്റെ ഇടയ്ക്ക് പിന്നെ ഡിസ്റ്റർബ് ചെയ്യേണ്ട, വളരെ മധുരമായിട്ട് പാടുമ്പോൾ അതിനിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നതാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ. ആമി അവിടെ ഉണ്ടോ? ഹരേ കൃഷ്ണ. ആമി, വിസ്മയ എല്ലാം വീഡിയോയിൽ വരിക. ഹരേ കൃഷ്ണ. എങ്കിലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. റെഡി ആയിട്ടിരിക്കുക. നമാമീശ്വരൻ പാടാം. ഓക്കെ, ഹരേ കൃഷ്ണ. സ്നേഹ, എന്ത് മെസ്സേജ് ആണ് പറയാനുള്ളത്? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ എല്ലാവർക്കും. So, okay, so like we all know tomorrow is Bahulashtami. So what is Bahulashtami basically? So Bahulashtami is basically the appearance day of Radhakund. So we might have heard this story, but I'll tell it in like a short way. So once there was this demon named Arishtasur, and Arishtasur came in the form of a bull. So obviously Krishna kills Arishtasur, and so Radharani tells Krishna that because you've killed a bull, you need to take bath in all the sacred waters. So Krishna immediately, like from the place where he's standing, he stamps his feet and like a hole is formed, and then he requests all the holy waters to come. And so all the holy waters in like their, all the sacred rivers come, and then they like go into the hole which Krishna built, and that is Shamkund. So Krishna tells to Radharani that because you supported the demon, now you also need to take bath in all sacred waters. So Radharani, being Radharani, didn't accept Krishna's offer to take bath in Shamkund. So she and the gopis, they remove their bangles and they start digging a hole. And so they go to Mansi Ganga and they basically carry pots of water. But they are not able to fill it. Then all the sacred waters from Shamkund, they rise up and like they ask permission for basically coming or like adding themselves to Radharani's hole. So then they get permission and they like enter Radharani's hole, and then it becomes Radhakund. So basically this festival or this Bahulashtami is basically just the appearance day of Radhakund. Hare Krishna. ഹരേ കൃഷ്ണ. താങ്ക് യു സ്നേഹ. ഹരേ കൃഷ്ണ. ബഹുലാഷ്ടമിയെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് സംസാരിച്ചതിൽ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. നമ്മളെല്ലാം അറിഞ്ഞോ അറിയാതെയോ മറന്നു പോകുന്ന വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇതെല്ലാം. പ്രത്യേകിച്ച് കാർത്തിക മാസം ഇതൊക്കെ നമ്മൾ പ്രത്യേകം ആചരിക്കണം. ഹരേ കൃഷ്ണ. പ്രഹ്ലാദൻ ചേട്ടൻ എവിടെ? ഹരേ കൃഷ്ണ. ചേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ? മെസ്സേജസ്. ഹരേ കൃഷ്ണ. വിസ്മയ ഉണ്ടോ അവിടെ? ഹരേ കൃഷ്ണ. നന്ദന ഒരു കീർത്തനം പാടിക്കോളൂ. നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. നന്ദന കീർത്തനം പാടിക്കോളൂ. ഹരേ കൃഷ്ണ. വിസ്മയ എവിടെ? വിപിൻ പ്രഭു പറയാൻ പറ്റുന്നില്ല. ഹലോ, ഹരേ കൃഷ്ണ. ഓക്കെ, പറഞ്ഞോളൂ ചേച്ചി. ഹരേ കൃഷ്ണ. കാർത്തിക മാസത്തിനെ പറ്റി പറയാന്ന് പറഞ്ഞാല് ഇത് നമ്മള് ഹിന്ദുധർമ്മം ആചരിക്കുന്ന എല്ലാവർക്കും ഒരു വിശേഷപ്പെട്ട മാസമാണ്. കാർത്തിക മാസം ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമാണ്. അതുപോലെ തന്നെ നമ്മള് പ്രത്യേകിച്ച് കൃഷ്ണ പൂജകളും ഭഗവാനിലെ ആരതി അർപ്പിക്കുന്നതും എല്ലാം നല്ലതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഹരേകൃഷ്ണ മന്ത്രം ചെല്ലാനായിട്ട് വലിയ പഠിത്തമൊന്നും വേണ്ട.
വലിയ വിദ്യാഭ്യാസം നമ്മുടെ ഈസിലി വി ക്യാൻ ലേൺ, പെട്ടെന്ന് എല്ലാവർക്കും പഠിക്കാവുന്ന ഒരു മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം. അപ്പോൾ എല്ലാവരും അത് കൃത്യമായിട്ട് ചാൻഡ് ചെയ്യുകയും ഭഗവാന് നെയ്വിളക്ക് വെക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചാരിറ്റി വർക്ക് ചെയ്യുന്നത് അതിലും ഉത്തമമാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രധാൻ ചേട്ടാ, ചേച്ചി, താങ്ക് യു. മണിലാൽജി, ഹരേ കൃഷ്ണ. ഒരു മെസ്സേജ് പറയാമോ? തീർച്ചയായിട്ടും. മണിലാൽജിക്ക് ഓർമ്മയുണ്ടോ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്? അതെ. സ്മിതാജിയുടെ വീട്ടിൽ വെച്ചു. അതെ. അപ്പൊ അതിനൊരു 5 കൊല്ലമായിട്ട് ഞാൻ ജോബ് ചേഞ്ചിന് ശ്രമിക്കുവാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽഡ് ചേഞ്ച് ചെയ്യണം. പക്ഷെ പോകുന്ന ഫീൽഡിലേക്കുള്ള എക്സ്പീരിയൻസ് എനിക്കില്ല. പക്ഷെ ഞാനൊരു പർട്ടിക്കുലർ ഫീൽഡിലേക്ക് മാറണമെന്ന് ഒരു 5 കൊല്ലമായിട്ട് ആഗ്രഹിക്കുന്നു, ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഏകദേശം 5 കൊല്ലമായി കാണും ഇങ്ങനെ ഈ ശ്രമങ്ങൾ നടന്നു. പക്ഷെ ഇത് എവിടെ അപ്ലൈ ചെയ്യണം എന്നൊന്നും അറിയില്ല. അങ്ങനെ നമ്മള് സ്മിതാജിയുടെ വീട്ടിൽ ആദ്യം വന്നു. അതിനൊരു ഒരാഴ്ചക്ക് ശേഷം നമ്മളുടെ ഇപ്പോൾ ഇതിനകത്തുള്ള സിമ്മി നായർജി എന്നെ കോണ്ടാക്ട് ചെയ്യുവാണ്. ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. സിമ്മി നായർജി എന്നെ ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ജോലിയിൽ കയറുന്നത്. അപ്പൊ അന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് സിമ്മി നായർജി എങ്ങനെയാണ് ഞാനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടത്. കാരണം ഞാൻ അപ്ലൈ ചെയ്തിട്ടോ റെസ്യൂം അയച്ചിട്ടോ ഒന്നുമല്ല സിമ്മി നായർജി കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ ഈ സിമിലർ ഐഡന്റിക്കൽ തോട്ട് പ്രോസസ് ഉള്ള ആളുകൾ തമ്മിൽ ഒരു ആസ്ട്രൽ കണക്ഷൻ ഉണ്ട്. അത് ഞങ്ങൾ റെയ്ക്കി ഹീലിംഗിൽ വളരെ ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാവുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ന് സിമ്മിജീനെ ഈ ഗ്രൂപ്പിൽ കണ്ടപ്പോൾ എനിക്ക് അതിന്റെ ആൻസർ കിട്ടി. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഞാൻ ഇവിടെ ഒന്ന് ഒരു ലൈൻ ആഡ് ചെയ്തോട്ടെ. സോ സിൻസ് ഈ ഒരു ജോബിനെ കുറിച്ച് പറഞ്ഞപ്പം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് തരാം. ഇത് വൺ ഓഫ് ദ ക്രിട്ടിക്കൽ റോൾ ആയിരുന്നു നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഗ്രൂപ്പിലേക്ക് വേണ്ടി. അപ്പൊ നമ്മളൊരു 10-15 ആൾക്കാരെ കണ്ടു, സാലറി, ടെക്നിക്കൽ ഫിറ്റ്മെന്റ് എല്ലാം നോക്കി കംപ്ലീറ്റ് പ്രോസസ് നടത്തി നമുക്കൊരാളെ കിട്ടണില്ല. അവസാനം യെസ് ത്രൂ മൈ സോഴ്സസ് ഞാൻ ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് സൂപ്പർ സ്റ്റാർ ആയി മാറിയ ആള്. ഇന്നും എനിക്ക് ഇങ്ങനത്തെ ഒരു പൊസിഷൻ വരുവാണെങ്കിൽ ഇന്നും എന്നോട് പറഞ്ഞത് ശ്യാമിന്റെ മാതിരി ഒരാളെ എനിക്ക് കൊണ്ടുവരിക. സിമിലർ ലൈക്ക് ശ്യാം, ഇഫ് യു കാൺ ബ്രിങ് ദെൻ വി വിൽ നോട്ട് റിക്രൂട്ട് എന്നാണ് ആ റെഫറൻസ് തരുന്നത്. സോ ഐ എം സോ ഹാപ്പി. ഇങ്ങനെ ഒരു കണക്ഷൻ ബിഹൈൻഡ് ഉണ്ട്. ഇറ്റ്സ് ഓൾ മാജിക് ഓഫ് കൃഷ്ണ. ഇത് കുറെ ഈ ഒരു മൂവ്മെന്റ് കുറെ ടച്ച് ചെയ്തിട്ടുണ്ട് ആക്ച്വലി, വിച്ച് ഇസ് വെരി പ്രൗഡ് ആൻഡ് വിച്ച് ഇസ് വെരി ഗുഡ് ഫീലിംഗ് ആക്ച്വലി ഞാൻ പറയും. സോ ഇന്നും ആളുടെ പേരിലാണ് അറിയപ്പെടുന്നത്. MEP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ പേരാണ് പറയുക. Good job by the way, Shyam. Thank you. ഹരേ കൃഷ്ണ. താങ്ക് യു. അപ്പം ശ്യാംജി, നമ്മള് ധാംജിയെ ഒന്നുകൂടി ശ്യാംജിക്ക് സ്വയമായിട്ട് പരിചയപ്പെടുത്താം. എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിംഗ് YEP. ഹരേ കൃഷ്ണ. എക്സ്ട്രാ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഞാനൊരു റെയ്ക്കി ഹീലറാണ്, റെയ്ക്കി മാസ്റ്ററാണ്. അപ്പോൾ നാട്ടില് റെയ്ക്കി ഹീലിംഗ് ആയിരുന്നു പ്രൈമറി. പിന്നെ ദുബായിലേക്ക് മാറിയപ്പോൾ അതിന്റെ തോത് കുറഞ്ഞു വന്നു. ജോബിൽ കുറെ കൂടി ഫോക്കസ് ചെയ്തപ്പോൾ. പിന്നെ ഇപ്പോൾ നമ്മൾ ബൈ വീക്ക്ലി സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പബ്ലിക് സ്പീക്കിംഗ് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കും വേണ്ടി എവറി 2 വീക്സ് നമ്മൾ ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതിൽ വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾക്ക് ഈവൻ ഏജ് ബാർ ഒന്നുമില്ല. ഇപ്പൊ തനുശ്രീയുടെ ഏജ് മുതൽ പിന്നെ ഈവൻ 50 years എബോവ് വരെയുള്ള ആളുകൾ അതിനകത്തുണ്ട്. അവർക്ക് സ്പീച്ചസ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോറമാണ്. അതിൽ സ്പീച്ചുകൾ, പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് ഇല്ലാത്ത ആളുകൾക്ക് ട്രെയിൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ആബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അപ്പൊ അതിൽ വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പൊ കുട്ടികളെയൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഓരോ 2 മാസം കൂടുമ്പോൾ നമ്മൾ പബ്ലിക് സ്പീക്കേഴ്സിനെ കൊണ്ടുവരും. അത് കൂടുതലും കരിയർ ഏരിയ ഫോക്കസ് ചെയ്തിട്ടാണ് അത് ചെയ്യുക. അപ്പൊ ഏത് കോഴ്സുകൾ തിരഞ്ഞെടുക്കണം, ഏതൊക്കെ എക്സാംസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, സിവിൽ സർവീസ് എക്സാംസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അങ്ങനെ വിവിധ ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ട് നമ്മൾ ഗസ്റ്റ് സ്പീക്കേഴ്സിനെ കൊണ്ടുവന്നിട്ട് 2 hours ഒക്കെ സെഷൻസ് നടത്തുന്നുണ്ട്. അപ്പൊ ബേസിക്കലി ആ പ്രോഗ്രാമിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽസിനാണെങ്കിൽ നമ്മളൊരു മീറ്റിംഗിൽ ഇരിക്കുമ്പോൾ
how we respond to questions, how we even online meetings നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യും, how we adjust our lighting, camera position, അങ്ങനെയുള്ള ബോഡി ലാംഗ്വേജ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കുട്ടികളെ മുതൽ പ്രൊഫഷണൽസ് വരെയുള്ളവരെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതില് സെൽഫായിട്ട് വില്ലിംഗ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ അതിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ആഡ് ചെയ്യാം. 1-2 പ്രോഗ്രാംസ് കണ്ടിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഓഫർ ചെയ്യാം, എനിക്ക് നെക്സ്റ്റ് സ്പീച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സിൽ സ്പീച്ച് ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ടോപ്പിക്സ് അവർക്ക് കൊടുക്കും, ഇന്ന ടോപ്പിക്സിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ പ്രോംപ്റ്റ് ചെയ്തും ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഇതാണ് ഇപ്പോൾ നടക്കുന്ന ആക്ടിവിറ്റീസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു, താങ്ക് യു. വിസ്മയ റെഡിയാണോ? നന്ദനയിലോട്ട് വരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ
ഒരു മെലോഡിയസ് സൗണ്ട്, വൈബ്രേഷണൽ കീർത്തൻ. ഹരേ കൃഷ്ണ. താങ്ക് യു നന്ദന. ഇന്ന് ഇവിടെ കാർത്തിക മാസത്തില് ഒത്തുകൂടി പ്രഹ്ലാദൻ ചേട്ടന്റെയും ശ്യാംജിയുടെയും ഗൃഹത്തിനെ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒത്തുകൂടിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഭഗവാന്റെ പേരിൽ നന്ദി. ഹരേ കൃഷ്ണ മഹാമന്ത്രം അവർക്ക് വേണ്ടിയിട്ട്, എല്ലാവർക്കും വേണ്ടിയിട്ടും ആ വീടിന്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ജപിക്കാം 3 പ്രാവശ്യം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് ധന്യ മുഹൂർത്തമാണ്, വളരെ ശ്രേഷ്ഠതയാണ്. ഓരോരുത്തരുടെയും വാക്കുകളിലൂടെ അത് വ്യക്തമാവുന്നുണ്ട് എങ്ങനെയാണത് ശ്രേഷ്ഠമാകുന്നു എന്നുള്ളത്. ശ്യാംജി പറഞ്ഞാൽ ഹീലിംഗ് ഇതൊരു കണക്ഷനാണ്. ഈ കണക്ഷൻ അതിന്റെ കേന്ദ്രബിന്ദു ഭഗവാനാണ്. അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഭഗവാന്റെ നിയോഗമാണ്. ഭഗവാന്റെ ഭക്തര് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കണക്ട് ആവണം എന്നുള്ളത് അത് ഭഗവാനാണ്. അതാണ് വൈബ്രേഷണൽ സൗണ്ടിന്റെ ഒരു റിയാക്ഷൻ. ഹരേ കൃഷ്ണ. വിസ്മയ റെഡിയല്ലേ? ഞാൻ 2 വരി പാടാം, വിസ്മയ വരുന്നില്ല. ഓക്കെ, പാടിക്കോളൂ. വെരി ഗുഡ്, പാടിക്കോളൂ. ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ താമര കണ്ണാടിയാടി വായോ, ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ താമര കണ്ണാടിയാടി വായോ, നിന്റെ പിഞ്ചുപാദം തേടി തേടി ഞങ്ങൾ നിന്റെ ദിവ്യനാമം പാടി പാടി വന്നു, ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ താമര കണ്ണാടിയാടി വായോ. ദേവകി നന്ദന രാധാ ജീവന കേശവ ഹരിമാധവ, പൂതന മർദ്ദന പാപവിനാശന കേശവ ഹരിമാധവ, ഗോകുല ബാലനെ ഓടിവായോ, ഗോപാല ബാലനെ ആടിവായോ, ചിലങ്ക കെട്ടി ഓടി ഓടി വായോ, എന്റെ താമര കണ്ണാടിയാടി വായോ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നമ്മള് ശ്യാംജി, പ്രഹ്ലാദൻ ചേട്ട, ഈ സിറ്റുവേഷനൊക്കെ മാറി വരുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും ഗൃഹത്തിലെത്തും. ഞങ്ങള് ദാമോദര ഭഗവാന്റെ ഗിഫ്റ്റുമായിട്ട് തീർച്ചയായിട്ടും ഗൃഹത്തിൽ വന്നിരിക്കും. ഹരേ കൃഷ്ണ. നമ്മളിപ്പം ഇനി പ്രഹ്ലാദൻ ചേട്ടന്റെ വീട്ടിലേക്ക് ആരതിക്കായി നമ്മൾ പോവുകയാണ്. ആമി നമാമീശ്വരം സ്റ്റാർട്ട് ചെയ്തോളൂ. ഹരേ കൃഷ്ണ. സ്റ്റാർട്ട് ചെയ്തോളൂ. റിപ്പീറ്റേഷൻ വേണ്ട, സ്ട്രേറ്റ് പാടിയാൽ മതി. ഓക്കെ, ബാക്കിയുള്ളവര് മ്യൂട്ടായിട്ട് പാടും. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമാമീശ്വരം സച്ചിദാനന്ദരൂപം ലസത്കുണ്ടലം ഗോകുലേ വ്രാജനനം യശോദാദിയോ ലോകനാഥവമാനം പരാമൃഷ്ടമാദ്യന്തോദ്രജഗോപ്യാ ഹൃദം തം മുകുർനേത്രയുഗ്മം മൃജന്തം കരാംബോജലോക്മേന ശാഗന്തനേത്രം മുഹുഷ്മസുതം പാത്രീരേകാന്തകന്താ ചിദഗ്രൈവം ദാമോദരം ഭക്തിദാതം വിവേകേശ്വരീലാഭിരാനന്ദകുണ്ഡേ സ്വഘോഷം നിമജ്ജന്തമധ്യാപയന്തം സാധീയേഷു തന്യേഷു ഭക്തേഷു തത്വം പുനഃ പ്രേമകസ്തം ശാദാവൃതി വന്ദേ വരം ദേവമോക്ഷം നാമോക്ഷാവതിം വാ ന
नान्यं वृणेऽहं स्मरेसादविहार इदं सर्वपूर्णाद गोपालबाला सदा मे मनस्यादिरतां किमन्ये इदं ते मुकाम्बोजमत्यन्तनीलम् कृतं कुन्तलैः स्निग्धरसैश्च मुहुश्चुम्बितं बिम्बरसागरं ते मनस्याभिरस्तामलं लक्षलाभे नमो देवतामोदरनन्दविष्णु प्रसीद प्रभो दुःखजलाभिनन्द्यम् कृपादृष्टिपश्चादीनं प्रदानो ग्रहाणि च मामज्ञाययाक्षदृश्य कुबेरात्मजौ बद्धमुद्दिर्यद्वत् जयमोचितौ भक्तिवजौ कृतौ च सदप्रेम भक्तिं स्वगमे प्रयच्छ नमो क्षेद्रो मे श्रीदामोदरेण नमस्ते सुदाम्ने पूरादिक्षिदाम्ने प्रदीयोदरायाच्च विश्वास्यदाम्ने नमो राधिकायै तदीयप्रियायै नमो नन्दलीलाय देवाय तुभ्यम् नमो कृष्ण हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा हरे कृष्णा. താങ്ക് യു ദാമോദര ഭഗവാൻ की जय. श्री राधा दामोदर की जय. यशोदमयी की जय. हरे कृष्ण. कार्तिക മാസം की जय. താങ്ക് യു. നമുക്ക് ഇന്നിവിടെ കൗണ്ട് ഡൗൺ ചെയ്യാം. എന്തായാലും ധന്യ നിമിഷമായിരുന്നു. ശ്യാംജിയെ പരിചയപ്പെട്ട ആ അന്തരീക്ഷമൊന്നും ഞാനിപ്പോൾ ഓർമ്മപ്പെടുത്തുന്നില്ല. അതൊരു കണക്ഷനാണ്, അതൊരു ഹിഡനായിട്ട് അവിടെ ഇരിക്കട്ടെ. ഹരേ കൃഷ്ണ. അപ്പം തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് ഭഗവാന്റെ പേരിൽ സന്തോഷത്തോടുകൂടി വീണ്ടും സംഗമിക്കാനുള്ള അവസരങ്ങൾ കൂടുതൽ ഉണ്ടാകട്ടെ. എല്ലാവരുടെയും കുടുംബത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി ഐശ്വര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. നമ്മൾ ഇവിടെ ഇന്ന് പൂർത്തിയാവുകയാണ്. ചൊവ്വാഴ്ച വീണ്ടും നമ്മുടെ കുടുംബാംഗത്തിന്റെ വീട്ടിലാണ്. പ്രസീത മാതാജി ആൻഡ് വിജയൻ പ്രഭു. ഹരേ കൃഷ്ണ അല്ലേ? ഹരേ കൃഷ്ണ. മ്യൂട്ടാണ്. ഹരേ കൃഷ്ണ. നാളെയും ഉണ്ട്. നാളെയും എല്ലാവർക്കും പങ്കെടുക്കാം. പക്ഷേ ചൊവ്വാഴ്ച ഒരിക്കലും വിട്ടുപോകരുത്. ചൊവ്വാഴ്ച എല്ലാവരും ഇതേപോലെ വീണ്ടും നിറഞ്ഞ് ആ ഗൃഹത്തിൽ കാണണം. ഹരേ കൃഷ്ണ. ശ്യാംജി ഒരിക്കൽ കൂടെ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വീണ്ടും കാണാം. ഹരേ കൃഷ്ണ. തീർച്ചയായിട്ടും പ്രഹ്ലാൻ ചേട്ടാ നമസ്തേ. എന്താണ് പിന്നെ നമ്മുടെ നീതുജിക്ക് വയ്യായിക എന്ന് പറഞ്ഞത്? നീതുജി ചെറിയ പനിയുണ്ട്. ഓക്കെ. തീർച്ചയായിട്ടും നീതുജിക്ക് വേണ്ടിയിട്ട് നമുക്ക് 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ. പ്രസാദേ സർവ ദുഃഖാന. പ്രസാദം കൊണ്ട് മാത്രം എല്ലാ ദോഷങ്ങളും എല്ലാ വിഷമതകളും മാറും. ഒരിക്കല് സമയം പോയെങ്കിലും 1 മിനിറ്റ്. ഒരിക്കൽ ഒരാൾക്ക് ചിക്കൻ ബോക്സ് പിടിച്ചു കിടക്കുകയാണ്, നാട്ടിലാണ്. പ്രധാന ചേട്ടന്റെ പേര് പറയുമ്പോൾ അറിയാം, ഓർമ്മപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ അറിയാം, ഞാനിപ്പം പറയുന്നില്ല സമയമില്ലാത്തതുകൊണ്ട്. അപ്പം ഞങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് ഒരു ഭജന, അപ്പൊ ഞാനത് അറേഞ്ച് ചെയ്തു. അപ്പം അച്ഛൻ സഹകരിക്കുന്ന അന്നത്തെ കാലഘട്ടത്തിലുള്ള എല്ലാ സുഹൃത്തുക്കളെയും എനിക്കൊരു വട്ട് കേസുണ്ട്. അങ്ങനെ ഞാൻ നാട്ടിൽ ചെല്ലുമ്പോഴെല്ലാം ഇവരെല്ലാം വിളിച്ച് ഒരുമിച്ച് കൂട്ടിയിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അന്ന് ആ ക്ഷേത്രത്തിൽ ഇതേപോലെ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. അപ്പൊ ഞാനത് പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നേരത്തെ ബുക്ക് ചെയ്തിരിക്കുന്നതാണ്. അപ്പം ബുക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാം കലാകാരന്മാർക്ക് പറ്റിയ ഒരു ഇതാണ്. അപ്പം അത് വന്നേ പറ്റത്തുള്ളൂ, പങ്കെടുത്തേ പറ്റൂ. അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് ആണ്. അച്ഛൻ അദ്ദേഹത്തെ പോയി കാണുന്നു. വാട്സപ്പുകളൊന്നും ഇല്ലാത്ത സമയമാണത് അന്ന്. അപ്പം അച്ഛനടുത്ത്, മണിസാറേ ഞാന് കുളിച്ചിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞു. കുളിച്ചിട്ട് പോലും ഇല്ല, ചിക്കൻ ബോക്സ് പിടിച്ച് കിടക്കുകയാണ്, കുളിച്ചിട്ട് പോലും ഇല്ല. അച്ഛൻ വീട്ടത് ചെയ്യാണ്. അച്ഛൻ അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ വിളിക്കുന്നത് കൃഷ്ണന്റെ അടുത്തേക്കാണ്, കൃഷ്ണന്റെ പാട്ട് പാടാം, ഒന്നും സംഭവിക്കില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം എൻ്റെ അച്ഛൻ പറഞ്ഞ വാക്ക് കേട്ടുകൊണ്ട് അന്ന് അവിടെ ഭജന പാടാൻ വന്നു. അത്ഭുതം എന്ന് പറയാം. പിറ്റേ ദിവസം അദ്ദേഹത്തിന് ചിക്കൻ ബോക്സ് എല്ലാം മാറി എന്നുള്ളതാണ്. സത്യം പറയാണ്, ഇതൊരു സെൽഫ് എക്സ്പീരിയൻസ് ആണ്. ഇന്നും അത് കാണുമ്പോൾ അദ്ദേഹം പറയും, അത് ഓർമ്മിപ്പിക്കും. ഹരേ കൃഷ്ണ. അപ്പൊ എല്ലാ വിഷമങ്ങളും മാറ്റാൻ ഭഗവാൻ സാധിക്കും. അചഞ്ചലമായ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ഹരേ കൃഷ്ണ. കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. തനുശ്രീ 10, 9 ഇങ്ങനെയാണ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. 10 9 8 7 6 5 4 3 2 1 0.